बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदा नंदन ब्रज जन रंजन यशोदा यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद द्वैत गदाधर शिवदासि भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो ഭഗവതേ വാസുദേവായ. ഹരി ഓം തൽസത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എന്റെ നമസ്കാരം. ഇന്ന് നമ്മള് ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ദേവാസുരഭാവങ്ങൾ ശ്ലോകം 5. 16-5 दैवी संबोध विमोक्षाय निबंधाय सुरीमदा माशुजा संपदम देवीम अभिजादोषि पांडवा देवी संबत विमोक्षाय निबंधाय सुरीमदा माशुजा संपदम देवीम अभिजादोषि पांडवा देवी संबत विमोक्षाय निबंधाय सुरीमदा माशुजा संपदम देवीम अभिजादोषि पांडवा. विवर्तनम भावार्थम जय श्रील प्रभुपाद की जय. അഭൗതിക ഗുണങ്ങൾ മുക്തിസാധകങ്ങളും ആസുര ഗുണങ്ങൾ ബന്ധന കാരണങ്ങളുമാണ്. പാണ്ഡുനന്ദന, ദൈവിക ഗുണങ്ങളോടെ പിറന്നവനായതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ്. ആസുര പ്രകൃതിയോടെ ജനിച്ചവനല്ല നീ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ധൈര്യപ്പെടുത്തുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ട് എന്നത് അർജുനന്റെ ആസുര സ്വഭാവത്തെയല്ല വെളിപ്പെടുത്തുന്നത്. ഇത്തരമൊരു യുദ്ധത്തിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷ്മദ്രോണാദികളായ ബഹുമാന്യരെ വധിക്കാമോ എന്ന് സംശയിക്കുന്നത് കൊണ്ട് അർജുനൻ ക്രോധത്തിനോ മിഥ്യാഭിമാനത്തിനോ പൗരുഷത്തിനോ വശപ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് വരുന്നു. ഈ നിലയ്ക്ക് അദ്ദേഹം ആസുര സ്വഭാവിയല്ല. ഒരു ക്ഷത്രിയൻ ശത്രുവിന് നേരെ അമ്പെയ്യുന്ന കൃത്യം ദിവ്യമാണെന്ന് പറയപ്പെടും.
ആ കടമയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നതാണ് ആസുര സ്വഭാവം. അതിനാൽ അർജുനന് വിഷാദിക്കാൻ ഒരു കാരണവുമില്ല. ജീവിതത്തിലെ വ്യത്യസ്ത ആശ്രമധർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന നിബന്ധനകളെ അനുസരിക്കുന്നവർക്കാണ് ആധ്യാത്മിക പ്രകൃതിയുള്ളത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്ധ്രസ്യ ജനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാരി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇവിടെ അർജുനനെ കൃഷ്ണൻ ഉപദേശിക്കുകയാണ് എന്താണ് ദൈവസമ്പത്തെന്നും എന്താണ് ആസുരി സമ്പത്തെന്നും. അല്ലെ, അഭയം സത്വ സംശുദ്ധി. അല്ലെ, ഇവിടെ ഇതൊക്കെയാണ് ദൈവസമ്പത്ത്. നമുക്ക് ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പുരുഷന്മാരുണ്ട്. വിഷ്ണു പുരാണത്തിൽ വിഷ്ണു ഭക്ത ദവേ ദൈവ എന്ന് പറയുന്നു. അവർ വിഷ്ണു ഭക്തരാണ്, ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തർ. അല്ലെ, നമ്മളെല്ലാവരും തന്നെ വിഷ്ണു ഭക്തരാണ്. കാര്യം എന്താണ്? നമ്മളെല്ലാവരും വിഷ്ണുവിന്റെ ഭക്തന്മാരാണ്, മഹേശ്വരൻ. അല്ലെ, അവിടെ പക്ഷെ വേറെയും ദേവതമാരുണ്ട്. ആരൊക്കെയാണ്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. വിഷ്ണുവിന്റെ ഭക്തരായവരെല്ലാവരും ദേവന്മാരാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ. അല്ലെ, ആരും പറഞ്ഞു? വേറെ ആരും പറഞ്ഞാലേ, ഭഗവാനാ പറഞ്ഞു. അല്ലെ, രാവണൻ, നമുക്കറിയാം രാവണൻ. അല്ലെ, അദ്ദേഹം ആരുടെ ഭക്തനായിരുന്നു? ശിവഭഗവാൻ, മഹാദേവന്റെ ഭക്തനായിരുന്നു. പിന്നെ ഒരാളുണ്ട്, ആരാണ്? ഹിരണ്യകശിപു. ഹിരണ്യകശിപു ആരുടെ ഭക്തനായിരുന്നു? ബ്രഹ്മാവിന്റെ ഭക്തൻ, ബ്രഹ്മാവിന്റെ വലിയൊരു ഭക്തനായിരുന്നു. അല്ലെ, അവരെ ഇരുവരെ നമ്മൾ എന്താ വിളിക്കുക? അസുരൻ എന്നും രാക്ഷസൻ എന്നുമാണ് വിളിക്കുക. അല്ലെ, പക്ഷെ അവരൊക്കെ മഹാഭക്തന്മാരാണ്. ആരുടെ? ശിവന്റെയും ശിവഭഗവാന്റെയും ബ്രഹ്മാവിന്റെയൊക്കെ ഭക്തന്മാരാണ്. അതിനാൽ നിഗമനം ഇവിടെ എന്താ പറയുന്നത്? എന്താ ഇവിടെ പറഞ്ഞത്? രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്, അസുരന്മാരും ദേവന്മാരും. വിഷ്ണു ഭക്ത ഭവേ ദൈവ, ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തരായവർ അവർ ദേവന്മാർ. ദേവന്മാർ അല്ലെങ്കിൽ അർത്ഥദേവൻ. അസുരന്മാർ തത് വിപര്യായ എന്നിങ്ങനെ. അല്ലെ, ദേവതയും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഇവിടെ കൃഷ്ണൻ വിശദീകരിക്കുന്നത് എന്താണെന്ന്. ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ദൈവീ സമ്പത്ത് വിമോക്ഷായ എന്നാണ് നമ്മുടെ ഇന്നത്തെ ശ്ലോകത്തിൽ 16-ലെ 5-ാമത്തെ ശ്ലോകം പറയുന്നത്. നമ്മളുടെ ദിവ്യ ഗുണങ്ങൾ വികസിപ്പിച്ചെടുത്താൽ അവ വിവരിക്കുന്നത് പോലെ, അതായത് അഹിംസ, സത്വസംശുദ്ധി, അല്ലെ, എന്നാൽ അസ്തിത്വ ശുദ്ധീകരണം എന്നാണ്. ആത്മാവെന്ന നിലയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ശുദ്ധരാണ്. നമ്മളെല്ലാവരും ആത്മാക്കളാണ്. അല്ലെ, നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ആത്മാക്കളാണ്, ഭഗവാന്റെ ഭാഗമാണ്, ഭഗവാന്റെ പാട്ടൻ പാഴ്ചലാണ്. അല്ലെ, അപ്പൊ ഭഗവാൻ ശുദ്ധനായതുകൊണ്ട് ആത്മാവും ശുദ്ധമാണ്. ഭഗവത്ഗീത മനസ്സിലാക്കിയ ശേഷം അർജുനൻ കൃഷ്ണനെ സ്വീകരിക്കുന്നു. അല്ലെ, എന്നിട്ട് എന്താ പറഞ്ഞത്? അർജുനൻ എന്താ പറഞ്ഞത്? പരം ബ്രഹ്മം പരം ധാമം പവിത്രം പരമം ഭവാൻ. അല്ലെ, അപ്പൊ എന്താണ്? അങ്ങ് പരമ പവിത്രനാണ്. ഈശോപനിഷത്തിലും അത് പറയുന്നുണ്ട്. എന്താണ്? ദൈവം പരമ പവിത്രനാണ്. അല്ലെ, ഈശോപനിഷത്തും അത് സമ്മതിക്കുന്നുണ്ട്. അസ്നാവിരം എന്നാൽ ദൈവത്തിന്റെ ശരീരത്തിൽ സിരകളിൽ, ഇവിടെ ഒരു വാക്കുണ്ട്, അസ്നാവിരം. അതായത് സിരകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഞരമ്പുകൾ. നിങ്ങളൊക്കെ ശരീരത്തിൽ ഞരമ്പുകളിൽ, ഭഗവാന്റെ ശരീരത്തിൽ ഞരമ്പിൽ. അതുകൊണ്ടാണ് അത് ആത്മീയമായത്. അതിനാൽ അഭാവവിദ്ധം എന്നാണ് അർത്ഥമാക്കുന്നത്. സിരകൾ, നമുക്ക് ഈ സിരകൾ ലഭിച്ചാലുടൻ അത് ഭൗതിക ശരീരം. നമ്മുടെയൊക്കെ ശരീരത്തില് ഞരമ്പുകളുണ്ട്. അല്ലെ, ഞരമ്പില്ലെങ്കിൽ ഈ ഓടത്തില്ല, രക്തം ഓടത്തില്ല. അപ്പൊ അത് സിരകൾ ഉള്ളതല്ല, അല്ലെങ്കിൽ ഈ ഞരമ്പുകൾ ഉള്ളതെല്ലാം എന്താണ്? ഭൗതിക ശരീരവും സിരകളില്ലാത്തത് ആത്മീയ ശരീരവുമാണ്. അല്ലെ, ശരീരം ഒരു പ്രത്യേക അവസ്ഥയിൽ നിലനിർത്തപ്പെടും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഈ ഭക്ഷിക്കുന്ന പദാർത്ഥം സ്രവമായി മാറുന്നു.
തുടർന്ന് സിരകളിലൂടെ ഇത് ഹൃദയത്തിലേക്ക് വരും, അല്ലെ? രക്തമായി മാറും. ഹൃദയം ചുവപ്പായി മാറും. രക്തം, അല്ലെ? ആ രക്തം ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിക്കും. നമ്മുടെ ശരീരമാണ് വായിക്കാത്തോട്ട് ഇട്ടുള്ളൂ, അല്ലെ? അത് കുടലിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നിരവധി ചാനലുകൾ, നിരവധി ഞരമ്പുകൾ, സിരകൾ വായു ഉപയോഗിച്ച്, അല്ലെ? അത് എങ്ങനെയാണ് തള്ളിവിടുന്നത്? വായു ഉപയോഗിച്ചിട്ടാണ് പല സ്ഥലത്തിലേക്ക് തള്ളിവിടുന്നത്. വായു സഞ്ചാരം കുറവാണെങ്കിൽ മനുഷ്യൻ തളർന്നു പോകുന്നു, അല്ലെ? ഇതെല്ലാം നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള കാര്യം, മെഡിക്കൽ സയൻസിൽ പറയുന്നത്. അപ്പൊ ആത്മീയ ശരീരത്തില് ഈ അസ്നാവിരം ഇല്ല, അതായത് സിരയില്ല. അതിനാൽ ഭഗവാനെ ഭൗതിക ശരീരമുള്ളവനായി തെറ്റിദ്ധരിക്കുന്നവനെ ഭഗവത്ഗീതയിൽ മൂഢ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? എന്താ പറഞ്ഞത്? അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം, 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അപ്പൊ ഭഗവാന് ഭൗതിക ശരീരമാണ് ഉള്ളത് എന്ന് പറയുന്നവരെല്ലാവരും എന്താണ്? മൂഢന്മാരാണ്, വിഡ്ഢികളാണ്, അല്ലെ? ഭഗവാന് സിരകളില്ല. ഭഗവാന്റെ ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസമേ ഇല്ല. നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ ഈ ഭൗതിക ശരീരവുമായുള്ള ഈ അസ്തിത്വം ശുദ്ധമല്ല, നമ്മുടെ ശരീരം, അല്ലെ? അതിനാൽ സത്വസംശുദ്ധിർ അഭയം സത്വസംശുദ്ധിർ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ടാഗോർ ഈ അഭയം എന്നാൽ നിർഭയത്വം എന്നുമാണ് വിവരിച്ചിരിക്കുന്നത്. കാരണം ഞാൻ നിർഭയനാകുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ ഇപ്പോഴത്തെ സ്ഥാനം ഉപേക്ഷിക്കാൻ കഴിയും. അപ്പോ നമ്മള് ഭയപ്പെടാൻ പാടില്ല. നമ്മുടെ വേറെ സമ്പ്രദായം അനുസരിച്ച്, അല്ലെ? നമ്മുടെ വേറെ സമ്പ്രദായം എന്ന് പറയാൻ പാടില്ല, അല്ലെ? അത് എല്ലാവർക്കും ഉള്ള വേറെ സമ്പ്രദായം. വേറെ സമ്പ്രദായം നമുക്ക് മാത്രമുള്ളതല്ല, അല്ലെ? അതൊരു പ്രത്യേക വിഭാഗം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല. ആണോ? അല്ല. ഭഗവാൻ അത് ചാതുർവർണ്ണയം മായാസൃഷ്ടം എന്നാ പറഞ്ഞു. ഈ വേറെ സമ്പ്രദായം എല്ലാവർക്കും ഉള്ളത്. അതായത് ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഓസ്ട്രേലിയക്കാരനെന്നോ മലേഷ്യക്കാരനെന്നോ തമിഴുകാരനെന്നോ പാകിസ്ഥാനികളെന്നോ ഒരു വ്യത്യാസമില്ല, അല്ലേ? ഒരു പ്രത്യേക രാജ്യത്തോ ഒരു പ്രത്യേക സമൂഹത്തിനോ വേണ്ടിയല്ല. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല എന്ന് മാത്രമല്ല എന്ന് പറയണം, അല്ലെ? എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയുള്ളതാണ്. അതിനാൽ വേറെ സമ്പ്രദായം ഒരാൾ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടം എന്താണ്? സന്യാസ ക്രമം സ്വീകരിക്കണം, അല്ലെ? ഇപ്പൊ ഒരാള് 100 വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 25 കൊല്ലം അദ്ദേഹം എന്തായിരിക്കും? അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിട്ടൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള 25 കൊല്ലം അദ്ദേഹം എന്താണ്? വിവാഹിതനായി. അദ്ദേഹം വിവാഹിതനായിട്ട് എന്ത് ചെയ്യും? അദ്ദേഹം എന്താണ്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കിടക്കും, അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? 50 വർഷത്തിന് ശേഷം പഞ്ചശോർധ്വം വനം വ്രജേത് ആയി. അവൻ വനവാസിയെ സ്വീകരിക്കണം, അല്ലെങ്കിൽ വനത്തിലേക്ക് പോകും. വാനപ്രസ്ഥം എന്നാണ് പറയുക, അല്ലെ? വനത്തിൽ നിന്ന് കാട്ടിലേക്ക് പോയവൻ എന്നാണ് അതിന്റെ അർത്ഥം, വാനപ്രസ്ഥം. അപ്പോൾ അവൻ തയ്യാറാകുമ്പോൾ ആ വാനപ്രസ്ഥത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് ജപിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും ചെയ്തും പ്രവർത്തിച്ചും ഇരിക്കുമ്പോ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സന്യാസം സ്വീകരിക്കാനാകും. അതാണ് അവസാനത്തെ ഘട്ടം, അല്ലെ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? സന്യാസം സ്വീകരിക്കണം. മുഴുവൻ സ്ഥാപനവും സ്വത്തിന് വേണ്ടിയുള്ളതാണ്, സത്വസംശുദ്ധി. അതിനാൽ ഒരാൾ തന്റെ അസ്തിത്വ ജീവിതത്തെ ശുദ്ധീകരിക്കണം. അല്ലാത്ത പക്ഷം അവൻ തന്റെ അസ്തിത്വത്തെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ അവനൊരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഭൗതിക അസ്തിത്വം. ജലജ നവലക്ഷണി സ്ഥാവര ലക്ഷവിംശതി എന്ന് പത്മപുരാണം പറയുന്നുണ്ട്. ഏതൊക്കെ ശരീരമാണ്? താഴ്ന്ന ജീവജാലങ്ങളായ ജലജീവികളിൽ നിന്ന് മരങ്ങളിലേക്കും, മരങ്ങളിൽ നിന്ന് പ്രാണികളിലേക്കും, അല്ലെ? പിന്നെ പ്രാണികളിൽ നിന്ന് പക്ഷികളിലേക്കും, പക്ഷികളിൽ നിന്ന് മൃഗങ്ങളിലേക്കും. അതാണ് പരിണാമം. അങ്ങനെയാണ് നമ്മുടെ ഈ പരിണാമം പോകുന്നത്. ആ പരിണാമത്തെയാണ് ജന്മന്തവാദം എന്ന് വിളിക്കുന്നത്. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. ആത്മാവിന്റെ ആഗ്രഹത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരാളുടെ കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് ശരീരത്തിന് രൂപം സ്വീകരിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഓരോ നിമിഷത്തെയും ചിന്തകൾ, പ്രവൃത്തികൾ, അല്ലെ? പിന്നെ എന്തൊക്കെയാണോ നമ്മുടെ ഭാവം, ഉള്ളിലുള്ള ഭാവം, അതിനനുസരിച്ചിട്ട് ഓരോ നിമിഷവും നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ആ ഒരു ശരീരം ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ചില ചിന്തകളൊക്കെ ഇങ്ങനെ വരുമ്പോ നമുക്ക് അടുത്ത ജന്മത്തിലുള്ള ശരീരത്തിന് ഒരു കൂർത്ത പല്ലുകളൊക്കെ വരും.
അല്ലെ? ചില ചിന്തകൾ വരുമ്പോ നീണ്ട കാതുകൾ വരും. ചില ചിന്തകൾ വരുമ്പോ 2 കാലിന് പകരം 4 കാലുകൾ വരും. അല്ലെ? ചില ചിന്തകൾ വരുമ്പോ വാല് വരും. ഇങ്ങനെ, അല്ലെ? കൂർപ്പിച്ച് നിൽക്കാനായിട്ട്, ചാടാനായിട്ട്. അപ്പൊ ആ നമ്മുടെ ഇപ്പോഴത്തെ ഓരോ നിമിഷത്തെയും ചിന്തകളാണ് എന്തായിട്ട് വരുന്നത്, മോൾഡ് ചെയ്ത് വരുന്നത്. നമ്മൾ അടുത്ത ശരീരത്തിലേക്ക് വരും. അടുത്ത ശരീരം ഓൾറെഡി റെഡിയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ശരീരം റെഡിയാണ്, അല്ലേ? നമ്മൾ ഇതെല്ലാം കളഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടി പോകാനാണ് നോക്കുന്നത്. എങ്ങോട്ട്? ലോക വൃന്ദാവനത്തിൽ. അതായിരിക്കണം നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതായിരിക്കണം നമ്മുടെ എപ്പോഴുമുള്ള ചിന്ത. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ സദാ ഹരിയായിട്ടിരിക്കും. എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച്, ഹരിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഹരിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം നടക്കും. ഏത്? അടുത്ത ജന്മത്തിലേക്കുള്ള മോൾഡിംഗ് ശരീരം നടക്കും. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശാശ്വതമായിട്ടുള്ള, അല്ലെ, ശരീരമാണ് കിട്ടുക. അല്ലെ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാനായിട്ട്. ഒരു നിമിഷം നമ്മൾ കാലിടറി പോയി കഴിഞ്ഞാൽ ദേ കിടക്കേ 4 കാല് നമ്മൾ നടക്കേണ്ടി വരും. അല്ലെ? അപ്പൊ ആ ശരീരം വേണ്ട എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് എപ്പോഴും സദാ ഹരിയായിട്ടിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ. നമ്മള് സത്വസ്ഥ, അല്ലെ? എന്താണ്? എന്നീ ഗുണങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിലേക്ക്, ഉയർന്ന ജീവിത വ്യവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. ഭഗവത്ഗീതയിൽ എന്ന പോലെ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗപ്രഷ്ടോ സഞ്ചായതേ, 6ാമത്തെ അധ്യായത്തിൽ പറയുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. യോഗ ചെയ്യുന്നതിൽ പക്വതയില്ലാത്ത ഒരാൾക്ക് മറ്റൊരവസരം, അല്ലെ? വളരെ നല്ല കുടുംബത്തിൽ ശുചീനാം, വളരെ ശുദ്ധമായ ബ്രാഹ്മണ ഇവിടെ യോഗ എന്ന് പറഞ്ഞ എന്താണ്? കൃഷ്ണാബോധ പ്രവർത്തനം, അല്ലെ? സദാ ഹരിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കുക, പ്രസാദം കഴിക്കുക, ഏകാദശി വ്രതങ്ങൾ എടുക്കുക, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ. ഇതൊക്കെയാണ് യോഗ എന്ന് പറഞ്ഞത്. ആ യോഗയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മള് ഒരു വലിയ ഭക്തനായിരിക്കും, അല്ലെ? അതായത് ഭയങ്കര പ്രീച്ചറൊക്കെ ആയിരുന്നു. നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഭയങ്കര ക്ലാസ് ഒക്കെ ആയിരുന്നു അത്. എനിക്കറിയുന്ന ഒരാളുണ്ട്, ഭയങ്കര ക്ലാസ്, ഞാൻ പേരൊന്നും പറയത്തില്ല, അല്ലെ? സൂപ്പർ ക്ലാസ് കേട്ടിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു 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 വളരെ കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ കാണാനേ ഇല്ല. ഏഹ് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല, എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അദ്ദേഹം എവിടെയോ പോയി കുറെ കാലം കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ സ്ഥലത്തുണ്ട്. പക്ഷെ ജപമില്ല, സത്സംഗമില്ല, ഒന്നുമില്ല. അദ്ദേഹം ബീഡി, സിഗരറ്റ്, സഞ്ചി, കഞ്ചാവൊക്കെ വലിച്ചു തുടങ്ങി. നോക്കണേ, ആ പദം പദം വിപദമാണ് ഇവിടെ. ഓരോ ഓരോ കാൽവെപ്പിലും അപകടങ്ങളുണ്ട്. നമ്മൾ ആരും തന്നെ വളരെ സുരക്ഷിതമാണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്, അല്ലേ? ഏഹ് ഏഹ് അപ്പോ ഒരു ദിവസം പ്രഭുപാദരോട് ഒരാൾ ചോദിച്ചതാണ്, അങ്ങേ മായ പിടിക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, എന്നെ പിടിക്കത്തില്ല, അല്ലേ? കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരു അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. ജപിച്ചിട്ട് എന്തൊക്കെയോ കീർത്തനങ്ങളൊക്കെ പാടുന്നുണ്ട്. എന്താണ്, ഗുരുക്കന്മാരെയൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എന്തിനാ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ എന്നെ മായ പിടിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞു. അല്ലേ? രണ്ടും പറഞ്ഞത് പ്രഭുപാദർ തന്നെ. കാര്യം അപ്പൊ അത്രയും ഉയർന്ന 24 മണിക്കൂറും ഭഗവാനെ കുറിച്ചിട്ട് ആലോചിക്കുകയും, ഈ പരിതാത്മാക്കൾക്ക് എങ്ങനെ കൃഷ്ണാബോധം നൽകും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അവളുടെ സ്ഥിതി അദ്ദേഹം അങ്ങനെയാണെങ്കിൽ നമ്മളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും, അല്ലേ? നമ്മളെല്ലാം പാർട്ട് ടൈം എന്താണ് ഭക്തന്മാരാണ്. സമയം കിട്ടുമ്പോൾ ഭക്തന്മാർ, അത് കഴിഞ്ഞാൽ പിന്നെ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമുക്കൊക്കെ താഴോട്ട് വീഴാനായിട്ട്, താഴോട്ട് പതിക്കാനായിട്ട് വളരെ വളരെ എളുപ്പമാണ്. കാരണം മായാദേവി ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ജവനെ എങ്ങനെ തള്ളിയിടാം എന്ന് പറഞ്ഞ് നോക്കിയാണ്. അവർക്ക് വിരോധമുള്ളത് കൊണ്ടല്ല, എന്തൊക്കെയോ നമുക്ക് കുറവുകളുണ്ട്, അതുകൊണ്ടാണ് മായാദേവി അങ്ങനെ വിചാരിക്കുന്നത്. അവനെ എങ്ങനെ നന്നാക്കി എടുക്കാമെന്നാണ് മായ വിചാരിക്കുന്നത്. അപ്പൊ തള്ളിയിട്ടാലേ നന്നാക്കി എടുക്കാൻ പറ്റും, അല്ലെ? അതില് ഒരു 10% ആൾക്കാർക്കാണ് അങ്ങനെ തള്ളിയിടുന്ന ആൾക്കാരിൽ 10% ആൾക്കാർക്കാണ് വീണ്ടും ഒരു കൃഷ്ണാബോധം കിട്ടുന്നത്, അല്ലെ? നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഈ സത്സംഗത്തിൽ പണ്ടൊക്കെ വരുമായിരുന്നു, ഇപ്പൊ കാണുന്നില്ല, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും, അല്ലെ? കലിയുഗമാണ്. അവരൊക്കെ എപ്പോഴും വേണമെങ്കിലും താഴോട്ട് പതിക്കാം. നമ്മള് കൃത്യമായിട്ട് വരുന്ന ആൾക്കാരുടെ ചുമതല എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും അവരെ
ഈ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ആഹാ അയാളെ നമ്മൾ വിട്ടിട്ട് പോയ ആളല്ലേ, ഇനി അയാളെ കൂടെ കേട്ടണ്ട എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പ്രഭുപാദൻ അങ്ങനെ എല്ലാവരെയും അല്ലെ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ അവരെയൊക്കെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ പ്രഭുപാദർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പ്രഭുപാദരെ അനുകരിക്കണം അല്ലെ. ആരെങ്കിലും അങ്ങനെ വരാൻ തയ്യാറാണെങ്കിൽ, തയ്യാറല്ലെങ്കിലും പോയി വിളിച്ചിട്ട് വരണം. ഉം. നമ്മുടെ ജയപ്രതാക സ്വാമി, ഹിസ് ഹോളിനെസ് ജയപ്രതാക സ്വാമി ഗുരുമരാജ് ഭയങ്കര ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ഗോഡ് ബ്രദേഴ്സിനെയൊക്കെ വളരെയധികം കാര്യമായിട്ടാണ് പരിപാലിച്ചു പോകുന്നത്. ചാരുസ്വാമി മഹാരാജ്, അദ്ദേഹം ഇപ്പൊ ഇല്ല, അദ്ദേഹം ശരീരം വെടിഞ്ഞു പോയി. അദ്ദേഹം ഈ കൃഷ്ണാബോധത്തിൽ വന്ന ആ സമയത്ത് കുറെ സീനിയർ ആയിരുന്നു. അദ്ദേഹം സീനിയറായി കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് അദ്ദേഹം പോയി, വിട്ടിട്ട് പോയി. ഇനി ഈ അമ്പലത്തിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോയി അല്ലേ. അപ്പോ അദ്ദേഹത്തിന്റെ നമ്മുടെ ജയപ്രകാശ് സ്വാമി ഗുരുവരാജന്റെ ഗോഡ് ബ്രദറാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല് എല്ലാ ദിവസവും ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹം താമസിക്കുന്നത്. 7 കിലോമീറ്റർ സൈക്കിളില് പ്രസാദവും വെച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിന് പ്രസാദം കൊടുത്തിട്ട് തിരിച്ചു വരുക ജയപ്രകാശം. ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രസാദം കൊണ്ടുപോകും അല്ലേ. ആദ്യമൊക്കെ നമുക്കറിയാം അല്ലെ, ചാരുസ്വാമി മഹാരാജ് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. നീ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ജയപ്രകാശ് സ്വാമി മഹാരാജ് പുറകോട്ട് പോയില്ല. എല്ലാ ദിവസവും പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു അല്ലെ. ചാരുസ്വാമി മഹാരാജ് തിരിച്ചു വന്നു. അദ്ദേഹം ഏത് ലെവലിലാണ് പോയത് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരുപാട് കീർത്തനങ്ങൾ ഇപ്പോഴും എനിക്ക് ഹൃദയസ്ഥമാണ്. അദ്ദേഹം പാടിയത് കേട്ടിട്ടാണ് ഞാനത് പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു, ഒരുപാട് സർവീസ് ചെയ്തിരുന്നു. നമ്മുടെ ലോകത്തില് ഒത്തിരി ഒത്തിരി എന്താണ് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പോയത്. കുറച്ച് നേരത്തെ പോകേണ്ടി വന്നു അല്ലേ. അത് വേറൊരു ഹിസ്റ്ററിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടില് ഉദാഹരണങ്ങളായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഒക്കെ ഫോൺ വിളിച്ചോ, പോയി കണ്ടോ, സാധനമൊക്കെ കൊടുത്തോ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അല്ലാതെ അവൻ പോയതല്ലേ ഇനി അവൻ വരണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അല്ലേ. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ ചെയ്യുമ്പോ നമ്മളുടെ സ്ഥാനം കുറച്ചുകൂടെ ദൃഢമാവുന്ന നമുക്ക് ഒരു പക്ഷെ അങ്ങനെ ചിന്ത വന്നാലും ഭഗവാൻ പറയും വേണ്ട വേണ്ട, അതൊക്കെ മാറ്റിക്കളയും അല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഭഗവത്ഗീതയിൽ എന്ന പോലെ ശുചീനാം ശ്രീമതാം ഹേ യോഗ പൃഷ്ടോ സഞ്ചായതേ എന്ന് പറയുന്നു. യോഗ ചെയ്യുന്നതിൽ പക്വതയില്ലാത്ത ഒരാൾക്ക്, നമ്മളിപ്പോ യോഗ എന്താണെന്ന് കണ്ടു അല്ലെ. മറ്റൊരു അവസരം വളരെ നല്ല കുടുംബത്തിൽ, അപ്പൊ അവര് ഈ ജീവിതം അല്ലെങ്കിൽ ഈ ശരീരം വിട്ടുകഴിഞ്ഞാല് അടുത്ത ജന്മത്തിൽ അവർക്ക് എന്ത് സംഭവിക്കും? നല്ല ഒരു ഭക്തന്റെ എന്താണ് ഗ്രഹത്തില് അവർക്ക് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര ഒരു ധനികന്റെ ഭക്തരായിട്ടുള്ള ഒരു ധനികന്റെ ഗ്രഹത്തില് ജനിക്കാനായിട്ട് അവസരം കിട്ടും. അത് ഭഗവാനായിട്ട് കൊടുക്കുന്നത്. ഭഗവാൻ പോലും അങ്ങനെ നോക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മളെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഈ ഷുഡ് അല്ലെ. നമ്മൾ എപ്പോഴും ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമം. അപ്പൊ അതാണ് ശ്രീമതാം. ഞാൻ ക്ലാസ്സിൽ ഞാൻ പിന്നെ വിളിച്ചോളാം, ഞാൻ തിരിച്ചു വിളിക്കാം. വളരെ നല്ലൊരു കുടുംബത്തില് ശുചീനാം, വളരെ ശുദ്ധമായ ബ്രാഹ്മണ കുടുംബത്തില് മറ്റൊരു അവസരം ശ്രീമതം, വളരെ സമ്പന്നമായ രാജകീയമായ അല്ലെങ്കിൽ വളരെ സമ്പന്നമായ വ്യാപാരം കുടുംബം, ഇവ അവസരങ്ങളാണ് അല്ലെ. നമുക്കിപ്പോ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഉദാഹരണമുണ്ട്. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അല്ലെ. ഒരു കൊച്ചുകുട്ടി 5 വയസ്സായുള്ളൂ അല്ലെ, ഒരു ഭക്തൻ. ഇന്നലെ ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറയാം. 5 വയസ്സേ ആയുള്ളൂ. അത് എന്താ? ഭാഗവത്. യെസ്, ഭാഗവത്. യെസ്, 5 വയസ്സേ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ കാണണം. ഭാഗവത് നടത്തി കഴിഞ്ഞാൽ യൂട്യൂബിൽ അതുണ്ട് അതിന്റെ അല്ലെ. വളരെ നേരത്തെ തന്നെ ഞാൻ അതിന്റെ കീർത്തനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചുമ്മാ ഇരുന്ന് കീർത്തനങ്ങളൊക്കെ പറയുന്നതും കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ അല്ലെ. എന്ത് രസമായിട്ടാണ് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാര് എന്താണ് പ്രചരണം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ എന്താണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത് പോലെയാണ് ആ കുഞ്ഞ്. 5 വയസ്സായുള്ളൂ ആ കുഞ്ഞ്. ആ കുഞ്ഞിന് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലെ, ഈ പ്രായത്തില് ഇത്രയും ഒരു ഭഗവാന്റെ ഒരു മനസ്സിൽ കിട്ടാനുള്ള കാര്യം എന്താണ്? കാരണം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഏതോ ഒരു വലിയ ആത്മാവായിരുന്നു, വളരെ ഉയർന്ന ഒരു ഭക്തനായിരുന്നു അല്ലെ. അദ്ദേഹം ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കാര്യം കൊണ്ട് അദ്ദേഹം ഫാൾ ഡൗൺ ആവുകയും അല്ലെ, അദ്ദേഹത്തിന് ദേഹം വെടിയേണ്ടി വന്നു അല്ലെ.
അങ്ങനെ വന്നപ്പോ ആ ഒരു ആത്മാക്കളാണ് ഇങ്ങനെയൊക്കെ ഉള്ള വീടുകളിൽ, ഇത് ഒരു ഭക്തന്റെ വീട്ടിലാണ്, അത് കൃഷ്ണാപുരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇസ്കോണിലുള്ള ഒരു ഭക്തന്റെ വീട്ടിലാണ് ഈ ഭാഗവത് ജനിച്ചത്. അല്ലെ? അപ്പൊ വളരെ ജനിച്ചപ്പോ തൊട്ട് തന്നെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ ഇതൊക്കെ കേൾക്കാനും ബാക്കിയുള്ള അപ്പൊ അതെല്ലാം അങ്ങ് സ്ഫുരിച്ചു വരും. കാര്യം ഓൾറെഡി ഉണ്ട് അതിലല്ലേ. ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കിടകട കിടകട ശ്ലോകങ്ങളൊക്കെ പറയാനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് മറ്റൊരവസരം? ശ്രീമതം വളരെ സമ്പന്നമായ രാജകീയമായ അല്ലെങ്കിൽ വളരെ സമ്പന്നമായ വ്യാപാര കുടുംബം, ഇവ അവസരങ്ങളാണ്. നല്ലൊരു കുടുംബത്തിൽ അവർക്ക് ജനിക്കാൻ കഴിയും. കൃഷ്ണന്റെ ആജ്ഞപ്രകാരം പ്രകൃതി നമുക്ക് അവസരം നൽകുന്നു. ജനന മരണങ്ങളുടെ കെണിയിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് അവസരം നൽകുന്നു. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ജീവിതത്തിലെ ഈ 4 സംഭവങ്ങളുടെയും അല്ലെ, അതാണ് നമ്മളെ കഷ്ടപ്പാടെന്ന് പറയുന്നതാണ് അല്ലെ. കാണാൻ ഒരാൾ ബുദ്ധിമാനായിരിക്കും. ജന്മ മൃത്യു ജരാവ്യാധി, ജന്മ മൃത്യു ജരാവ്യാധി അല്ലെ. ഇതാണ് ദേവവ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ പിടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. എന്താണ്? ദൈവീ സമ്പത്ത് വിമോക്ഷായ. ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്, 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ. ദൈവീ സമ്പത്ത്, ഈ ഗുണങ്ങൾ വിവരിച്ചതുപോലെ, അതായത് അഹിംസ, സത്വ സംശുദ്ധി, അഹിംസ, ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ വികസിച്ചെടുത്താൽ നമുക്ക് ഇതിൽ നിന്ന്, ഈ 4 കാര്യത്തിൽ നമുക്ക് പുറത്തു വരാൻ സാധിക്കും. വിമോക്ഷായ, നമുക്ക് മോക്ഷം കിട്ടും അല്ലെ. അതാണ് ഇവിടെ വിവരിക്കുന്നത് അല്ലെ. പ്രവൃത്തിയും നിവൃത്തിയും ജനാന വിതുരാസുര. കേട്ടിട്ടുണ്ടാവും അല്ലെ, പ്രവൃത്തിയും നിവൃത്തിയും. പ്രവൃത്തിയും എന്നാൽ ആകർഷണം അല്ലെങ്കിൽ ആസക്തി എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് നാം ആസക്തരാകേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നാം വേർപിരിയണം, അസുരന്മാർക്ക് അത് അറിയില്ല അല്ലെ. അതാണ് പറയുന്നത്. എന്താണ് പ്രവൃത്തിയും ച നിവൃത്തിയും ച. ആരാണ് അസുരന്മാർ അല്ലെ? അവരുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അവർക്കറിയില്ല. ഏത് ദിശയിലേക്കാണ് നയിക്കേണ്ടത്, അതിനെയാണ് പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. അപ്പൊ ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയില്ലേ അല്ലെ. ആ ഡൂസ് എന്ന് പറയുന്നതാണ് എന്ത്? പ്രവൃത്തി. ഡോൺസ് എന്ന് പറയുന്നത് എന്താണ്? നിവൃത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയും വേണം, ഡൂസ് ഒക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ വർജിക്കണം, ഒഴിവാക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഏതു തരം ജീവിതമാണ് അവർ വേർപിരിയേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്? അതാണ് നിവൃത്തി. പ്രവർത്തിസ്തു ജീവാത്മന. മറ്റൊന്ന് അല്ലേ. യെസ്. നിവൃത്തിസ്തു മഹാഫലം. മുഴുവൻ ശാസ്ത്രവും മുഴുവൻ വേദനിർദ്ദേശവും പ്രവർത്തന നിർവൃതിക്ക് വേണ്ടിയാണ്. അവർ ക്രമേണ പരിശീലനം നേടുകയാണ്. ലോകേ വ്യായാമിഷ മദ്യസേവ നിത്യസുജദ്ധോ പോലെ. ഒരു ജീവജാലത്തിന് എന്താണ് അവരിപ്പോ ശ്രമിക്കുന്നത്? എന്താണ് അവരുടെ ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി എന്താ കാണുന്നത്? അവർക്ക് വേറെ ഒന്നും വേണ്ട, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഇപ്പൊ പറയാം. എന്താണ്? ലൈംഗിക ജീവിതം, മദ്യസേവ, ലഹരി അല്ലെ, എന്താണ് പിന്നെ മാംസാഹാരം എന്നിവയോട് സ്വാഭാവികമായ ചായ്വുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു നേരത്തെ അല്ലെ. ഒരു സ്വാഭാവിക സഹജാവബോധമുണ്ട്. എന്നാൽ അസുരന്മാർ അവരത് തടയാൻ ശ്രമിക്കുന്നില്ല, അവരത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ. അതാണ് ആസുര ജീവിതം. ഇപ്പോഴത്തെ സൊസൈറ്റിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, മോഡേൺ ആണെന്ന് സ്വയം വിചാരിക്കുന്ന, ചിന്തിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെ കുറിച്ചിട്ടല്ല, ഭക്തന്മാരെ കുറിച്ചിട്ടല്ല. ഇവിടെ ഈ സത്സംഗത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. ഒരു നല്ല കാര്യം, ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും അവരവിടെ വിളമ്പുന്നത് നോൺ വെജാണ്. വല്ല ഉപയോഗമുണ്ടോ? എല്ലാ ഐശ്വര്യവും കളഞ്ഞു കുഴിച്ചില്ലേ അല്ലെ. അവിടെ ചിലപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വളരെ ഭംഗിയായിട്ട് ഒരു കർമ്മം ചെയ്യുകയായിരിക്കും. അവിടെ വളരെ പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ അവർക്ക് ഈ നോൺ വെജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സദ്യയായിട്ട് അവർ കണക്കാക്കൂലെന്നാണ് അവർ പറയുന്നത് അല്ലെ. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് പല സ്ഥലത്തും കണ്ടു. അതൊക്കെ വളരെ വേദനാജനകം അല്ലെ. എനിക്ക് എന്തോ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അസുഖം ഉണ്ടെങ്കിൽ അപ്പൊ ഡോക്ടർ പറയും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡയബറ്റിക് അസുഖമാണെങ്കിൽ, അതായത് പ്രമേഹ രോഗം അല്ലെ. അപ്പൊ ഡോക്ടർ എന്ത് പറയും? പഞ്ചസാര കഴിക്കരുത്, അന്നജം കഴിക്കരുത് അല്ലെ. അത് വിലക്കിയിരിക്കണം. അതാണ് നിവൃത്തി. അതുപോലെ ശാസ്ത്രം നമുക്ക് നിർദ്ദേശം നൽകുന്നത് നമ്മള് ഇത് സ്വീകരിക്കണമെന്നും ഇത് ഏതൊക്കെ സ്വീകരിക്കേണ്ടെന്നും അല്ലെ. ശാസ്ത്രം നമ്മുടെ സമൂഹത്തിൽ എന്ന പോലെ ഏറ്റവും അത്യാവശ്യമായ നിവൃത്തിയും പ്രവൃത്തിയും നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രവൃത്തി അല്ലെ. എന്നാൽ ശാസ്ത്രം പറയുന്നത് നമുക്ക് നിവൃത്തിസ്തു മഹാഫലം ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ ജീവിതം വിജയകരമാകുമെന്നാണ്. അപ്പൊ നിവൃത്തി എന്ന് പറയുന്നത് ഡോൺസ്, അതെല്ലാം നമ്മൾ വർജിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, എന്നാണോ നമുക്കത് വർജിക്കാൻ സാധിക്കുന്നത്, അന്ന് നമ്മുടെ ജീവിതം എന്താണ് വിജയമായി എന്നാണ് ഇവിടെ പറയുന്നത്.
അല്ലെ? നമ്മള് അതിന് തയ്യാറാവും. നമ്മൾ പ്രവൃത്തികളെ സ്വീകരിക്കാനും നിവൃത്തികളെ സ്വീകരിക്കാതിരിക്കാനും തയ്യാറല്ലെങ്കിൽ അവരെയാണ് അസുരെന്ന് പറയുന്നത്. അല്ലെ? അവരെയൊക്കെ നമുക്ക് അസുര എന്ന് വിളിക്കാം. അല്ലെ? അപ്പൊ ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുർ അസുര. അതെന്താണ്? അവർ പറയുന്നു, വലിയ വലിയ സ്വാമിമാർ പോലും പറയും. അല്ലെ? ഇപ്പോ ഉള്ള എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് സ്വാമികൾ, ഡ്യൂപ്ലിക്കേറ്റ് ഈശ്വരന്മാർ, അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് ഗുരുക്കന്മാർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ ലോകത്തുണ്ട്. കൽക്കി വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയണേ, അല്ലെ? ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ഇരിക്കുക, അല്ലെ? കൽക്കി. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെന്താ പറയുന്നത്? നിങ്ങള് കുറച്ച് കാശ് എനിക്ക് തന്നാണ്, നിങ്ങളൊരു ഫീസ് ഉണ്ട്, ആ ഫീസ് അടച്ചു കഴിഞ്ഞാല് ഞാനൊരു ചെറിയ മന്ത്രം തരാം. ആ മന്ത്രം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഒരു ദിവസം, അല്ലെ? എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, നോൺ വെജ് വേണമെങ്കിലും കഴിച്ചോളൂ, ബീഡി വലിച്ചോളൂ, കഞ്ചാവ് അടിച്ചോളൂ, നോ പ്രോബ്ലം, അല്ലെ? ഈ മന്ത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ഭോഗസ്വാമികൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ലോകത്ത് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. കാര്യം എന്താണ്? അവരെല്ലാം ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അവരുടെ സുഖം ഇവിടെ കിട്ടുമോ? കിട്ടത്തുമില്ല, അല്ലേ? എന്താണ് ഭൗതിക സുഖമെന്ന് ഞാനൊരു ചെറിയൊരു കഥയിലൂടെ പറഞ്ഞുതരാം. ഒരു ബ്രാഹ്മണൻ, ചില ആൾക്കാരൊക്കെ ഇതിലിരിക്കുന്ന പലരും അത് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടെ നമുക്ക് കേൾക്കാം. ഏഹ് എന്താണ് സുഖം? നമ്മൾ അന്വേഷിക്കുന്ന സുഖം ഇവിടെ എന്താണ് സുഖം എന്ന് നമുക്ക് നോക്കാം. ഒരു ബ്രാഹ്മണൻ രാവിലെ 3:30, അല്ലെ? രാവിലെ എണീറ്റ് 3 മണിക്ക് അദ്ദേഹം അമ്പലത്തിലേക്ക് പോവാണ്, പൂജ ചെയ്യാൻ വേണ്ടി, ഭഗവാന്റെ പൂജ ചെയ്യാൻ പോവാണ്. അപ്പോ വളരെ ശുദ്ധ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിയാണ് പോകുന്നത്, അല്ലെ? ആരെയും തൊടാതെ. കണ്ടിട്ടില്ല, ഒരു തൊടത്തില്ല, ആരെയും തൊടത്തില്ല, അഴിക്കൊന്നും ചവിട്ടാതെ. ഇരുട്ടാണ് എന്നാലും, അല്ലെ? എന്താണ്, ചന്ദ്രന്റെ ആ ഒരു വെട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡില് ഒരു ഓടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, അല്ലേ? മൂക്ക് പൊത്തിയിട്ട് നടക്കാൻ പറ്റുള്ളൂ. ചില ഓടകൾ കണ്ടിട്ടില്ല, ഭയങ്കര മൂക്ക് പൊത്തിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. മൂക്ക് പൊത്തി അങ്ങനെ ഒഴിഞ്ഞ് ദൂരെ കൂടെ ഇങ്ങനെ, അല്ലെ, ഒഴിഞ്ഞൊഴിഞ്ഞ് പോകണം. അവിടുന്ന് ഒന്നും വീഴാതെ. നമ്മൾ ശരീരത്തിലൊക്കെ തൊട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിക്കണ്ടേ? ശരീരം വൃത്തികേടാവൂലേ? അശുദ്ധമാവൂലേ? ഭഗവാൻ സേവ ചെയ്യാൻ പോകുന്നതല്ലേ, പൂജ ചെയ്യാൻ പോകുന്നതല്ലേ? അതുകൊണ്ട് ഇങ്ങനെ പോവാണ്. അദ്ദേഹം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ അഴുക്ക് ചാലിൽ ഒരു നെക്ലസ്, വളരെ വിലപിടിപ്പിട്ടുള്ള ഒരു നെക്ലസ് പളപളപളപള തിളങ്ങുന്നു, അല്ലേ? അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നുപോയി, അത് കണ്ടിട്ട്, അല്ലേ? അത് എടുക്കാതെ പോകാൻ പറ്റുന്ന. അദ്ദേഹം അത് എങ്ങനെയെങ്കിലും എടുക്കും. ഇപ്പൊ നോക്കിയപ്പോ ആ റോഡിൽ ആരും ഇല്ല, വിജനമാണ്, ആരും വരുന്നില്ല. ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കിയിട്ട് ആരും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ആ മരത്തിൽ നിന്ന് തന്നെ ഒരു 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 എന്താണ്, ഒരു കമ്പ് ഒടിച്ചെടുത്തിട്ട് ആ കമ്പ്, കാരണം ശരീരത്തിലാവണ്ടല്ലോ, വൃത്തിയിടാവണ്ടല്ലോ, അശുദ്ധമാകാൻ പാടില്ലല്ലോ, ഭയങ്കര നാറ്റം, കൈയൊക്കെ വിട്ടുപോ. ഇപ്പൊ ആ കൈ കൊണ്ടാണ് ഈ കമ്പ് കൊണ്ട് കുത്തിയെടുക്കുന്നത്. ആ കമ്പ് കൊണ്ട് ആ നെക്ലസിനെ കുത്തിയപ്പോ ഈ നെക്ലസ് കുറച്ചുകൂടി താഴെ വിട്ടു, ഇല്ലേ? ഛെ. അപ്പോ കമ്പനി ഇത്ര നീളേ ഉള്ളൂ. അപ്പൊ വേറൊരു കമ്പെടുത്തിട്ട് ഒന്നും കൂടെ കുത്തിയപ്പോ വീണ്ടും ആ നെക്ലസ് താഴോട്ട്. ആ കമ്പിൽ കൊരുക്കുന്നില്ല, അതങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക, അല്ലേ? അദ്ദേഹം ആ കമ്പെടുത്ത് എറിഞ്ഞിട്ട് പതുക്കെ ബാക്കിയെല്ലാം പോയി, ഇല്ലേ? ഭഗവാനൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കൈയിട്ട്, ഭയങ്കര ചെളിയ, ഭയങ്കര നാറ്റമാ, അല്ലെ? എന്നാലും ഈ കൈ കൊണ്ട് പരഞ്ഞു നോക്കുക. ഒരു കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇരുന്നിട്ട് എല്ലാവരും നോക്കുന്നുണ്ടല്ലേ, ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ആരും വരുന്നില്ല, അല്ലെ? ഒരു കൈ കൊണ്ട് പരയുന്നു, എന്നിട്ട് നെക്ലസ് കാണാൻ പറ്റുന്നില്ല, ഇത് കിട്ടുന്നില്ല. അപ്പൊ ഈ കൈ കൊണ്ട് കൂടെ, രണ്ട് കൈയും കൊണ്ട് തപ്പി നോക്കുക, രണ്ട് വശത്തായിട്ട് തപ്പി നോക്കുക. അവിടെ കാണുന്നുണ്ട്, പക്ഷെ കയ്യിൽ കിട്ടുന്നില്ല, അല്ലേ? ആഹാ, പറ്റുന്നില്ലല്ലോ. എന്തായിരുന്നാലും ഇത്രയൊക്കെ നനഞ്ഞു, അല്ലെ? ഇത്രയൊക്കെ അഴുക്ക്, ഇവിടെ കറ ആയി, കാര്യം അത്രയ്ക്ക് അഴുക്കാണ് ആ വെള്ളം. അപ്പൊ അദ്ദേഹം പതുക്കെ രണ്ട് കാലും കൂടെ താഴോട്ട് വെച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് തപ്പുകയാണ്, അല്ലേ? തപ്പിട്ട് ഇത് നെക്ലസ് മാത്രം കാണുന്നില്ല, ഇത് ഇവിടെ ഉണ്ട്, കാണുന്നുണ്ട്, താഴെ കാണുന്നുണ്ട്, പക്ഷെ കയ്യിൽ കിട്ടുന്നില്ല, ഇല്ലേ? അങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോ കാണാൻ ഒരു സന്യാസി അത് വഴി വന്നു. "ഹ, പൂജാരി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്?" ചോദിച്ചു, അല്ലേ? ഇല്ല, ഞാനിവിടെ ചറക്കി വീണതാണെന്ന് പറഞ്ഞു. നീ അങ്ങനെ ചറക്കി വീഴില്ല, നീ എപ്പോഴും ഇതുവഴി പോകുന്നതല്ലേ, എന്താ ഇല്ല, ഇവിടെ ഒരു നെക്ലസ് ഉണ്ട്, അത് എടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോ സന്യാസി പറഞ്ഞു, എടാ മടയാ, നീ അന്വേഷിക്കുന്ന നെക്ലസ് ദോ ആ മരത്തിന്റെ ചില്ലയിലാണ് ഇരിക്കുന്നത്. ആ മരത്തിന്റെ ചില്ലയിൽ ഇരുന്നിട്ട് അതിന്റെ ഈ എന്താണ്, ചന്ദ്രന്റെ പ്രകാശം അടിക്കുമ്പോഴാണ് അതിന്റെ നിഴലാണ് താഴെ കണ്ടത്. ആ നിഴലാണ് നീ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണെന്നോ. ഇപ്പൊ നിങ്ങൾക്ക് കഥ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ കാര്യവും മനസ്സിലായില്ലേ? ആ നെക്ലസ് എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷം, അല്ലെ? ആ സന്തോഷം നമുക്ക് ഇവിടെ ഈ ഈ ലോകത്ത് കിട്ടുമോ? ഈ കലിയുഗത്തിൽ കിട്ടുമോ? കിട്ടത്തില്ല, അല്ലെ? അത് എവിടെ കിട്ടുള്ളൂ? ഉപരി ലോകങ്ങളിലേ കിട്ടത്തുള്ളൂ.
നമ്മൾ അങ്ങോട്ട് പോയാലേ ആ സന്തോഷം കിട്ടത്തുള്ളൂ. അതിന്റെ ഒരു നിഴല് മാത്രമാണ് ഇവിടെ ഈ ഭൂമിയിൽ പതിക്കുന്നത്. ആ നിഴല് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇതെന്താണ്? അശാശ്വതമാണ്, ദുഃഖാലയമാണ്. അദ്ദേഹം ഭഗവാൻ എപ്പോഴെങ്കിലും സുഖാലയം എന്ന് പറഞ്ഞു? ഇല്ല. ഭഗവാൻ എന്താ പറഞ്ഞ? ദുഃഖാലയം അശാശ്വതം എന്ന് ഭഗവാൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും നമ്മൾ ഇവിടെ നെക്ലേശം തപ്പിക്കൊണ്ടിരിക്കുക. അല്ലേ? അതാണ് സുഖം. അല്ലേ? ഈ ലോകത്തുള്ള സുഖം എന്ന് പറയുന്നത്. എന്നാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇവിടെ സുഖം കിട്ടുന്നുണ്ട്. എങ്ങനെ? സദാ ഹരിയായിട്ട് ഭഗവാനെ നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ രാവിലെ അറ്റൻഡ് ചെയ്യുമ്പോ, അല്ലെ, അവരുടെ എല്ലാം ക്ലാസ്സിലാണ് നമ്മൾ കേൾക്കുന്നത്, ഭഗവാനെ കുറിച്ചിട്ടല്ല നമ്മൾ കേൾക്കുന്നത്. ആ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? അല്ലെ? നമ്മൾ എല്ലാ വിഷമങ്ങളും മാറില്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഒരു വിഷമവും ഇല്ലാത്ത ആളില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള കൊച്ചു 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 പ്രശ്നങ്ങളുണ്ട്. അല്ലെ? ബിർളയ്ക്കും ചാർജയ്ക്കും ഉള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇല്ലെങ്കിലും നമുക്കുണ്ട് ചെറിയ ചെറിയ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ, അല്ലെ? അതൊക്കെ നമ്മൾ ഓർക്കോ? ഇല്ല. അതൊക്കെ നമ്മൾ മറക്കും. അല്ലെ? 7 മണിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലോട്ട് പോകുമ്പോഴാണ് ബാക്കി ചിന്തകളൊക്കെ വരുന്നത്. എന്നാൽ പോലും നമുക്ക് ആ പൊട്ടൻസ് നമ്മുടെ കയ്യിൽ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലെ? ആ കേട്ട ഒരു സന്തോഷം, ആ ഒരു 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 ആനന്ദം, അങ്ങനെ മാത്രമേ നമുക്ക് ഈ ലോകത്തില് ആനന്ദം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെയൊക്കെ ഈ അഴുക്ക് ചാലാണ് ദുഃഖാലയം അശാശ്വതം. അല്ലെ? ഈ അഴുക്ക് ചാലിൽ നമ്മൾ എവിടെയൊക്കെ സന്തോഷം തപ്പിയാലും നമുക്കത് കിട്ടത്തില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ. അപ്പൊ സന്തോഷം നമുക്ക് എവിടെ കിട്ടും? ഒരു ഭക്തന് മാത്രമേ സന്തോഷം കിട്ടൂ. സദാ ഹരിയായിട്ടിരിക്കുന്ന ആൾക്ക്, എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്ക് മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കും. അല്ലെ? അവിടെ ഇങ്ങനെ ഓളങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ശാന്തമായിട്ടായിരിക്കും അതിങ്ങനെ ഒഴുകുന്നുണ്ട്, പക്ഷെ അതങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുവാണ്, ഒരു ബഹളവും ഇല്ല. അല്ലെ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 രാമ. ഹരേ. എപ്പോഴും സദാ ഹരിയായിട്ടിരിക്കും. വണ്ടി ഓട്ടിക്കുമ്പോഴും അത് കേട്ടോണ്ടിരിക്കുക. അല്ലെ? രാത്രി ഉറങ്ങുമ്പോൾ പോലും നമുക്ക് എന്താണ് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റും. രാവിലെ എണീക്കുമ്പോൾ നമ്മളെ ഉള്ളിലിരുന്ന ആരോ ഹരകൃഷ്ണ മഹാമന്ത്രം പറയുന്നത് പോലെ നമുക്ക് തോന്നും. അല്ലെ? അതാണ് സദാ ഹരി എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ സന്തോഷം നമുക്ക് കിട്ടും. ഹരേ കൃഷ്ണ. അപ്പോ അപ്പൊ നമ്മള് അപ്പൊ ഇവിടെ രൂപ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മളിവിടെ കൃഷ്ണാവോധ പ്രസ്ഥാനം, അല്ലെ? ഈ അസുരന്മാരെ പോലും നമുക്ക് എന്താക്കാൻ പറ്റും? ദേവന്മാരാക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രക്രിയ, അല്ലെ? കൃഷ്ണാവോധം എന്നാൽ ഒരു മനുഷ്യൻ ഒരു അസുര കുടുംബത്തിൽ ജനിച്ചാൽ അയാൾക്ക് ദേവനാകാൻ കഴിയില്ല എന്നല്ല, കഴിയും. ഇവനും ദേവനാകും. ഭഗവാൻ അങ്ങനെയാണ് പറയുന്നത്. മാം ഹി പാർത്ഥ വ്യാപൃത്യേ, അല്ലെ? പാപയോനികളിൽ ജനിച്ചാൽ പോലും അവർക്കും ദേവന്മാരാവും, അല്ലെങ്കിൽ ഒരു കൃഷ്ണാബോധത്തിൽ വന്നിട്ട് അവർക്ക് എന്താവാൻ പറ്റും? ഒരു ഭക്തനാവാൻ പറ്റും. അല്ലെങ്കിൽ അസുര യോനിയ എന്നതിനേക്കാൾ താഴ്ന്നത്, അല്ലെ? അസുര യോനിയെക്കാളും താഴ്ന്ന, അല്ലെങ്കിൽ പാപയോനിയെക്കാളും താഴ്ന്ന യോനിയിൽ ആ കുലത്തിൽ ജനിച്ചാണെങ്കിൽ പോലും അവർക്കും എന്താവാൻ പറ്റും? ഭഗവാന്റെ ഭക്തനാവാൻ പറ്റും. വൈശ്യസ്തോ തഥാ ശൂദ്രസ്തേ പി യാന്തി പരാം ഗതി. എല്ലാവർക്കും അവിടെ ഒരു ചായ്വ്. അപ്പോൾ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം എല്ലാവർക്കും ദേവതയാകാൻ അവസരം നൽകുന്നു. ഇത് വളരെ നല്ല പ്രസ്ഥാനമാണ്. കാരണം ദേവതയാകാതെ അവൻ കുടുങ്ങിപ്പോകും. അല്ലെ? ദേവതയായില്ലെങ്കിലോ അവൻ ആകെ വിഷമിക്കും. അല്ലെ? ഈ ഭവസാഗരത്തിൽ മുങ്ങി കുളിക്കത്തേ ഉള്ളൂ. ആ അഴുക്ക് ചാലില് വീണ് മരിച്ചു. അല്ലെ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ശ്വാസം മുട്ടോടെ. അപ്പൊ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം എല്ലാവർക്കും ദേവതയാകാൻ അവസരം നൽകും. വളരെ നല്ലൊരു പ്രസ്ഥാനം. കാരണം ദേവതയാകാതെ അവൻ കുടുങ്ങിപ്പോകേണ്ടി വരും. ജനനം, മരണം, രോഗം, വാർദ്ധക്യം എന്നീ 4 പ്രക്രിയകൾ അവൻ തുടരണം. അതിനാൽ കൃഷ്ണൻ ദൈവീ സമ്പദ് വിമോക്ഷയ എന്ന് പറഞ്ഞു. ഈ വിഷമകരമായ ഭൗതിക അസ്തിത്വത്തിന്റെ 3 ദയനീയമായ അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടണമെങ്കിൽ നമ്മൾ ദൈവീ സമ്പത്ത് വികസിപ്പിക്കണം. അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? ദൈവിക സമ്പത്ത് ഉണ്ടാവണം. അത് വികസിപ്പിക്കാൻ കഴിയും. അല്ലെ? അതെന്താണ്? ഫോർ എക്സാമ്പിൾ, എത്രയൊക്കെ ശിക്ഷിക്കപ്പെട്ട കുറ്റം ചെയ്ത ആളാണെങ്കിലും അവരെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജയിലിൽ പോയിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രചാരം ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കൃഷ്ണാബോധ പ്രസ്ഥാനക്കാർ ചെയ്യുന്നു. ജയിലിൽ പോയിട്ട് അവർക്കും ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കും. അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ വരികയും ജയിലിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. അല്ലെ? അവർക്ക് കുറച്ചുകൂടെ ഇളവുകൾ കിട്ടും. കാരണം അവർ നല്ലവരായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാലോ അവര് കൃഷ്ണാപൂരത്തില് കണ്ടിന്യൂ ചെയ്യുകയും, അല്ലെ, ഭഗവാന്റെ നാമം ജപിക്കുകയും
നാല് റെഗുലേറ്ററി പ്രിൻസിപ്പിൾ കൈക്കൊള്ളുകയൊക്കെ ചെയ്തിട്ട് അവര് നല്ലൊരു ഭക്തന്മാരാകും. അപ്പൊ അവരെയും വേണമെങ്കിൽ നമുക്ക് ഭക്തന്മാരാക്കാൻ പറ്റും, തീർച്ചയായിട്ടും. അല്ലെ, ആരെ നമുക്ക് ഉയർത്താൻ കഴിയും. അപ്പൊ ഇനി നമുക്കതിന് ഉദാഹരണം കാണിച്ചിട്ടുണ്ട് അല്ലെ. ആരാണ്? ജഗായി മതായി അല്ലെ. അവരെയും അദ്ദേഹം സ്വീകരിച്ചു. അവർ വീണു. അവരെങ്ങനെ വീണു? അവർ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ആര്? ജഗായി മതായി. പക്ഷേ ഇത്രയും നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടും മോശം കൂട്ടുകെട്ട് കാരണം, നോക്കണം, കൂട്ടുകെട്ട്, അസോസിയേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആരെയാണോ കൂട്ടുകൂടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വഴി തെറ്റുന്നത്. അതുകൊണ്ടാണ് കുട്ടികളുള്ള മാതാപിതാക്കൾ പറയുന്നത്, നല്ല ആൾക്കാർ, നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കണം കേട്ടോ. എന്താണ്? നല്ല പഠിക്കുന്ന കൂട്ടുകാരെയാണ് അവനുണ്ടെങ്കിൽ, മകനുള്ളെങ്കിൽ അവനും പഠിക്കാൻ ശ്രമിക്കും. അവൻ കൂട്ടുപിടിക്കുന്നെങ്കിൽ അവൻ ബാക്ക് ബെഞ്ചിലിരുന്ന് ഒന്നും പഠിക്കാതെ വരും അല്ലെ, വഷളായി വരും. അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് കൂട്ടുകെട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, നിന്റെ കൂട്ടുകാരാരാണ്, കൂട്ടുകാരി ആരാണെന്നൊക്കെ ചോദിക്കണം. അപ്പോ ഈ ഈ ജഗായി മതായി എന്ത് സംഭവിച്ചു? മോശം കൂട്ടുകെട്ട് കാരണം അവര് മദ്യപന്മാരായി, സ്ത്രീ വേട്ടക്കാരായി, മാംസഭോജികളായി, ചൂതാട്ടക്കാരായി. അല്ലെ, ഇത്രയൊക്കെ ഗുണങ്ങൾ പോരെ? എല്ലാ ഗുണവും അവർക്കുണ്ടായിരുന്നു. ഈ എന്താണ് ദുഷിച്ച ഗുണങ്ങളെല്ലാം ജഗായി മതായി. അങ്ങനെയാണ് അവർ അതപ്പറിച്ചു പോയി. അല്ലെ, അവരെയും ആര് സ്വീകരിച്ചു? ചൈതന്യ മഹാപ്രഭു മോക്ഷം കൊടുത്തു, അവരെയും സ്വീകരിച്ചു. അല്ലെ. അപ്പൊ മനുഷ്യ സമൂഹത്തില് ഇവയില്ലാതെ അവർ പരിഷ്കൃതർ. അവർക്ക് ഒരു ക്ലബ് ഉണ്ടായിരിക്കും. ഇപ്പോ ശീല പ്രഭുപാദര് നമുക്കറിയാം, അദ്ദേഹം ആദ്യം എങ്ങോട്ടാ പോയത്? അമേരിക്കയ്ക്കാണ് പോയത് അല്ലെ, USA പോയത്. പക്ഷെ അദ്ദേഹം പോകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ കുറെ ഗോഡ് ബ്രദേഴ്സും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ ശ്രമിച്ചതാണ്. പ്രഭുപാദർ മാത്രമല്ല, അതിനു മുമ്പേ പലരും പോയിട്ടുണ്ട്, പലരും പോയി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗോഡ് ബ്രദർ യൂറോപ്പിലേക്ക് പോയി, UK പോയി അല്ലെ. അവിടെ ചെന്നിട്ട് അവിടെയും ഹിപ്പികളാണല്ലേ, ആ ഹിപ്പികളെയൊക്കെ നന്നായിട്ട് നോക്കി നന്നാക്കാൻ ശ്രമിച്ചു. അപ്പൊ അവർ ചിരിച്ചൊരു ചോദ്യം ചോദിച്ചു, സ്വാമിജി, നിങ്ങൾക്ക് ഞങ്ങളെ ബ്രാഹ്മണരാക്കാൻ കഴിയും? ഈ ക്ലാസ്സുകളെ കേട്ടിട്ട് അവസാനം ചോദിച്ചാണ് അല്ലെ, നിങ്ങൾക്ക് ഞങ്ങളെ ബ്രാഹ്മണനാക്കാൻ സാധിക്കുമോ? അപ്പോ നമ്മുടെ പ്രഭുപാദരുടെ ഗോഡ് ബ്രദർ പറഞ്ഞു, തീർച്ചയായിട്ടും, എന്താ സാധിക്കാത്ത? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം, അനുസരിക്കണം. 100% ഞാൻ അനുസരിക്കും. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങളെ ബ്രാഹ്മണരാക്കാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവർ ചോദിച്ചു, എന്താണ് അതെന്തൊക്കെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിയമവിരുദ്ധ ലൈംഗികത പാടില്ല, മാംസാഹാരം പാടില്ല, ചൂതാട്ടം പാടില്ല, ലഹരി പാടില്ല. അല്ലേ? ഈ ഹിപ്പികളുടെയൊക്കെ കണ്ണിങ്ങനെ തള്ളി വന്നു. ഇതില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പൊ അവർ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമേല, അസാധ്യമാണ്, ഞങ്ങളെ അതിന് പിടിക്കണ്ട, ഞങ്ങൾ നാളെ തൊട്ട് വരുന്നില്ല അല്ലേ. ആ ഗോഡ് ബ്രദർ അടുത്ത ഫ്ലൈറ്റ് കയറി തിരിച്ചു പോകും. അങ്ങനെ പലരും പലയിടത്തും പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രഭുപാദര് അല്ലെ വിജയിച്ചത്. ജയ് ശ്രീല പ്രഭുപാദ്. ഓക്കെ. അപ്പൊ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് പ്രവൃത്തി, നിവൃത്തി. അപ്പോ ഇതെല്ലാം വിടണം, അല്ലെങ്കിൽ നിവൃത്തികളൊക്കെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് കഥ അല്ലെ. ഈ മാംസമൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്ന നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവയെല്ലാം ക്രമേണ ഈ ശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് നിവൃത്തി. ഇത് വൈദികമാണ്, നിവൃത്തി മാറി. അതുകൊണ്ടാണ് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ അങ്ങനെയാണ് വന്നത്. വൈഷ്ണവ തത്വചിന്തയിൽ ഇവ ഉടനടി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് സാധ്യമല്ല. കാരണം ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? മാശുച സമ്പദം ദൈവം അഭിജാതോ ശ്രീ പാണ്ഡവ. ഈ 5ാമത്തെ ശ്ലോകം, നമ്മൾ ഇന്ന് എടുക്കുന്ന ശ്ലോകത്തില് അടുത്ത ലൈൻസ് പറയുന്നത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട പാണ്ഡവ, അർജുന, നീ മാശുച ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അല്ലെ, കൃഷ്ണൻ ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബന്ധായ ശ്രീമത എന്ന് പറഞ്ഞ ഉടനെ, നിബന്ധായ ആസുരിമത്, ഞാനിപ്പോൾ യുദ്ധം ചെയ്യുന്നു, ഇതാണ് ആസുരിയുടെ ജ്യോതി അല്ലെ. അപ്പോ എന്താണ് അർജുനൻ വിചാരിക്കണം, ഞാൻ ഇവരെയൊക്കെ കൊല്ലാൻ പോവല്ലേ, കൊന്നു കഴിഞ്ഞാൽ അത് പാപമല്ലേ, അത് അസുരന്റെ സ്വഭാവമല്ലേ എന്നാണ് അർജുനൻ പെട്ടെന്ന് ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹം ഭയപ്പെട്ടു അല്ലെ, അർജുനൻ ഭയപ്പെട്ടു. അപ്പൊ ഞാനും ആസുരി സമ്പത്താണോ എന്നാണ് ആര് ചോദിച്ചത്? അർജുനൻ ചിന്തിച്ചത്. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, എന്താണ്? വേണ്ട വേണ്ട, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മാശുച അല്ലേ.
എന്റെ പ്രിയപ്പെട്ട അർജുന, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കട്ടെ. എന്തുകൊണ്ട്? എനിക്ക് ആസുരിയില്ലാത്തതുകൊണ്ട്. നിനക്ക് ആസുരിയില്ലാത്തതുകൊണ്ട് ഞാൻ യുദ്ധം വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിനാൽ നീ അസുരനല്ല. ഞാൻ എന്താണോ പറയുന്നത് നീ അത് കേട്ടാൽ മതി, അല്ലെ? അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞാല് നിനക്ക് ഒരിക്കലും ആ അസുര സ്വഭാവമായി. ഇന്ദ്രിയ സുഖത്തിനായി പോരാടുന്നവർ അസുരന്മാർ. പക്ഷെ ആവശ്യമെങ്കിൽ ശരിയായ ലക്ഷ്യത്തിനായി പോരാടും. തീർച്ചയായും എല്ലാവരും ശരിയായ ലക്ഷ്യത്തിനായി കരുതും. അതിനാൽ അത് സ്ഥിരീകരിക്കണം. അർജുനനെ പോലെ ഈ പോരാട്ടം ശരിയായ കാരണമാണ്. കാര്യം എന്താണ്? അത് ഭഗവാൻ പറഞ്ഞിട്ടാണ്. എങ്ങനെ മനസ്സിലാക്കിയപ്പോ, അല്ലെ, അർജുനൻ യുദ്ധം ചെയ്തു. അപ്പോ അത് ശരിയായ കാരണം, ഇത് ശരിയായ കാരണമെന്ന് നമുക്ക് എന്താണ് രൂപപ്പെടുത്താൻ കഴിയില്ല. അത് മാനസിക സങ്കല്പമാണ്. നമ്മള് അത് അംഗീകരിക്കണം. അത് ദൈവിക ജീവിതത്തിന്റെ ഒരു തത്വമാണ്. ദിവ്യ ജീവിതം, അല്ലെ? ഹരേ കൃഷ്ണ. ആ, ഇപ്പോ അർജുനനോട് ചോദിക്കണം, ഒരു ഒരു കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ചെയ്യണം, അതെങ്ങനെ പൂർണ്ണമാകും? മറ്റുള്ളവരെ കൊല്ലണോ എന്ന് ആരും പറയില്ല. പൂർണ്ണതയുണ്ട്. അതെന്താണ്? അത ഭുംബീർ ദ്വിജ ശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ, അല്ലെ? സ്വാനിഷ്ടി തസ്യ ധർമ്മസ്യ. നിങ്ങൾ ക്ഷത്രിയനാണ്. നമ്മുടെ ധർമ്മം പോരാട്ടമാണ്. നമ്മുടെ പോരാട്ടത്തിലൂടെ നമ്മൾ പരമപുരുഷനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും, അല്ലെ? അപ്പൊ ക്ഷത്രിയനാണെങ്കിലും വൈശ്യനാണെങ്കിലും ശൂദ്രനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവൻ മറ്റൊരാളുടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ എന്താണോ ഭഗവാൻ ഇഷ്ടം, ആനുകൂല്യേന കൃഷ്ണാനുശീലനം ചെയ്യാൻ ശ്രമിക്കണം. അതാണ് പൂർണ്ണത, അല്ലെ? അവിടെ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ഏതെടുത്തു കഴിഞ്ഞാലും, അല്ലെ, അവരാരും തന്നെ പാപം ചെയ്യുന്നില്ല. അവരെല്ലാവരും അവരവരുടേതായ നിയമിത കർമ്മമാണ് ചെയ്യുന്നത്. അത് ആരുടെ കെയർ ഓഫില്? ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ അവര് ആരും തന്നെ അസുരന്മാരാകില്ല. അതുപോലെ വേണം നമ്മളും ചെയ്യാൻ. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക, അല്ലെ? അത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുക. അപ്പൊ എന്ത് ചെയ്താലും നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്കും എന്തായി മാറും? ദൈവിക ഗുണങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ നമുക്ക് ഏത് സ്ഥാനത്തിൽ വേണമെങ്കിലും നിലനിൽക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എന്താണ്, ചില പല തരത്തിലുള്ള ജോലിക്കാരുണ്ട്, അല്ലെ? ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, എന്താണ്, കൃഷിക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ജോലികളാണ്. എല്ലാവരും അവരവരുടെ ജോലി ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് അവർക്ക് തനതായിട്ടുള്ള എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെല്ലാം ഭഗവാനെ മുൻനിർത്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ദൈവിക സ്വഭാവം വരും എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഭഗവാൻ പറഞ്ഞത്, അല്ലെ? അതിന് നമുക്ക് ഒത്തിരി പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുള്ളൂ, ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യം. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ മന്മന മമ ഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു? പത്രം പുഷ്പം ഫലം തോയം എന്നാ പറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്ക് വലിയ അണ്ടാവില് നിറച്ച് പായസം വേണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. നിങ്ങളൊരു പൂ തരൂ, അല്ലെങ്കിൽ ഒരു 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 പഴം എടുത്ത് തരൂ. നിങ്ങൾ എന്താണ് മനസ്സോട് തന്നു കഴിഞ്ഞാല്, അല്ലേ, ഞാനത് സ്വീകരിക്കുന്നതാണ് ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഇതൊന്നും ചെയ്യാനായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ നമ്മളെ നേരത്തെ പറഞ്ഞ 5 വയസ്സായ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ആലോചിക്കാതെ ഭഗവാനെ എന്താണോ ഇഷ്ടം, ഭഗവാന് താല്പര്യം എന്താണോ, ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാവും, നമ്മുടെ ജീവിതം രക്ഷപ്പെടും. നമുക്ക് തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് എത്താനും സാധിക്കും. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. എവിടായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ നമുക്കുള്ള എന്റെ പ്രശ്നമായിരുന്നത് ചന്ദനയാത്രയായിരുന്നു. അപ്പൊ ചന്ദനയാത്ര തുടങ്ങിയപ്പോ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7 മണി കഴിയും. കാരണം ചന്ദനമൊക്കെ പുരട്ടി, ശരീരം മുഴുവൻ പുരട്ടി അത് ഉണങ്ങിയിട്ട് വേണം പിന്നെ ഡ്രസ്സൊക്കെ ചെയ്യാൻ, അല്ലെ? അപ്പൊ അത്രയും താമസിക്കും. ഞാൻ എത്ര ഓടിയാലും എനിക്ക് 6 മണിക്ക് എത്താൻ പറ്റത്തില്ല. അത് ഞാന് ഹരിബോൾ ഹരിബോൾ ഹരി